ഹലോ കൂട്ടുകാരെ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ആൻഡ്രോ ക്രിയേഷൻസ്. അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ ഫോണിൽ SD കാർഡ് അഥവാ മെമ്മറി കാർഡ് സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ, എറർ കാണിക്കുകയാണെങ്കിൽ, അല്ലെന്നുണ്ടെങ്കിൽ നോട്ട് സപ്പോർട്ടഡ് എറർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസുകൾ നിങ്ങളുടെ ഫോണിൽ SD കാർഡ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ കാണിക്കുകയാണെങ്കിൽ നിങ്ങളുടെ SD കാർഡ് കംപ്ലൈൻറ്റ് ഉള്ളതാണോ ഇല്ലയോ, ഇനി നമുക്കത് റെഡിയാക്കി എടുക്കാൻ സാധിക്കുമോ ഇല്ലയോ എന്നുള്ളത് SD കാർഡ് എങ്ങനെ ചെക്ക് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അത് നമ്മുടെ കയ്യിലിരിക്കുന്ന മെമ്മറി കാർഡ് നമ്മുടെ ഫോണിൽ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും കാരണവശാൽ എറർ കാണിക്കുകയോ മറ്റെന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസുകൾ കാണിക്കുകയാണെങ്കിൽ, നോട്ട് സപ്പോർട്ടെന്നോ എററെന്നോ ഒക്കെ കാണിക്കുകയാണെങ്കിൽ ആ ഒരു മെമ്മറി കാർഡ് റെഡിയാക്കി എടുക്കാൻ സാധിക്കുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് എങ്ങനെ മെമ്മറി കാർഡ് ചെക്ക് ചെയ്യാം, റെഡിയാക്കാൻ സാധിക്കുന്നതാണോ അല്ലയോ എന്നുള്ളത് ഇങ്ങനെ ചെക്ക് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടും കാണുക. അതോടൊപ്പം തന്നെ ഇതുപോലുള്ള മൊബൈൽ സംബന്ധമായിട്ടുള്ള ടെക്നോളജി വീഡിയോസുകൾ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് നമ്മുടെ മെമ്മറി കാർഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, നമ്മുടെ ഏതൊരു മെമ്മറി കാർഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ കുറച്ച് നീഡിൽ പോയിന്റുകൾ കാണാൻ സാധിക്കും. ഇങ്ങനെ നേരെയുള്ള നീഡിൽ പോയിന്റുകൾ കാണാൻ സാധിക്കും. ഇതിൽ നമുക്ക് 8 പോയിന്റുകൾ വരെയാണ് കാണുന്നത്. പക്ഷേ ഇതിൽ 2 നീഡിലുകൾ നല്ല മറ്റുള്ളതിനേക്കാൾ കൂടുതൽ പൊങ്ങി നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. വലിയ നീഡിലുകളായിരിക്കും, പോയിൻ്റ് നീഡിലുകളായിരിക്കും. അതായത് ഈ നാലാമത്തെ നീഡിലും അതുപോലെ തന്നെ ഈ ഒരു 6ാമത്തെ നീഡിലും കുറച്ച് പൊങ്ങി നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇത് മെമ്മറി കാർഡിലേക്ക് വേണ്ട സപ്ലൈ നൽകുന്ന കണക്ഷനാണ്, പവർ സപ്ലൈ നൽകുന്ന കണക്ഷനാണ് ഈ 4ാമത്തെ 6ാമത്തെയും. 4ാമത്തെ പിന്നെന്ന് പറയുന്നത് പോസിറ്റീവ് സപ്ലൈയും 6ാമത്തെ പിന്നെന്ന് പറയുന്നത് നെഗറ്റീവ് സപ്ലൈയും. ഈ ഒരു നമ്മുടെ ഫോണിൽ നിന്ന് ലഭിക്കുന്ന ഈ ഒരു പോസിറ്റീവ് നെഗറ്റീവ് സപ്ലൈ ഈ ഒരു 2 പിന്നിനകത്തുകൂടെയും പോയിട്ടാണ് നമ്മുടെ ഈ ഒരു മെമ്മറി കാർഡ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ 4ാമത്തെയും 6ാമത്തെയും പിന്നിൻ്റെ വാല്യൂ കണക്കാക്കി എടുക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത്. അത് നമുക്ക് ഈ ഒരു മൾട്ടിമീറ്റർ ഉപയോഗിച്ച് വേണം വാല്യൂ കണക്കാക്കേണ്ടത്. വാല്യൂ എത്ര വേണം? നമ്മൾ മൾട്ടിമീറ്ററിൻ്റെ ഈ 2 നോബും ഓരോ പിന്നിലും ഈ 4ാമത്തെയും 6ാമത്തെയും പിന്നിൽ ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും ഒരു വാല്യൂ എന്ന് പറയുന്നത് 400 മുതൽ 1900 വെച്ച് ഒരു വാല്യൂ ഉണ്ടായിരിക്കണം. പോസിറ്റീവ് നെഗറ്റീവ് ഇതിൽ കറക്റ്റായിട്ട് കൊടുക്കുമ്പോഴത്തേക്കും 400 മുതൽ 1900 വരെ ഒരു വാല്യൂ ഉണ്ടായിരിക്കണം. ഇത് നമ്മൾ തിരിച്ച് ഓപ്പോസിറ്റ് കൊടുക്കുന്ന സമയത്ത് 200 മുതൽ 800 വരെയും നമുക്ക് വാല്യൂ ഉണ്ടായിരിക്കണം. മനസ്സിലായിക്കാണെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇത് നേരെ 4ാമത്തെയും 6ാമത്തെയും പിന്നിൽ ഇങ്ങനെയും കൊടുക്കണം. അപ്പോൾ 400 മുതൽ 1900 വരെ ഒരു വാല്യൂ ഉണ്ടായിരിക്കണം. അതേപോലെ തിരിച്ച് ഓപ്പോസിറ്റ് നമുക്ക് ഇത് നോബ് തിരിച്ച് ഓപ്പോസിറ്റ് വെച്ച് നോക്കുമ്പോഴത്തേക്കും 200 മുതൽ 800 വാല്യൂ ഉണ്ടായിരിക്കും. ഇത്തരം വാല്യൂ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ മെമ്മറി കാർഡ് പ്രോപ്പറാണ്, നല്ലതാണ്, 90% നമുക്ക് റെഡിയാക്കി എടുക്കാൻ സാധിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം, നമുക്ക് മനസ്സിലാക്കാം ഈ ഒരു വാല്യൂ ഉണ്ടെങ്കിൽ. എന്നാൽ ഈ ഒരു വാല്യൂ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ സാധിക്കത്തില്ല. ഏകദേശം ചാൻസ് വളരെ കുറവാണ്. ചിലപ്പോൾ നമ്മൾ ഈ ഒരു റീഡ് ചെയ്യുന്ന സമയത്ത്, ഇങ്ങനെ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ബീപ്പ് സൗണ്ടാണ് കേൾക്കുന്നതെങ്കിൽ, മൾട്ടിമീറ്ററിൽ നിന്നും ബീപ്പ് സൗണ്ട് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മെമ്മറി കാർഡ് ഷോർട്ടാണ് എന്നുള്ളത് മനസ്സിലാക്കാം. ഷോർട്ടാണ് എങ്കിൽ എന്ത് സംഭവിക്കും? നമുക്ക് ഈ ഒരു മെമ്മറി കാർഡ് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പോൾ ഷോർട്ട് ഉണ്ടാവാനും പാടില്ല, അതേപോലെ തന്നെ ഈ ഒരു റീഡിംഗ് ഉണ്ടായിരിക്കുകയും വേണം. അപ്പോൾ നമുക്കൊരു മെമ്മറി കാർഡ് ചെക്ക് ചെയ്ത് നോക്കാം എങ്ങനെയാണ്. അതിനായിട്ട് നമുക്ക് നമ്മുടെ മൾട്ടിമീറ്റർ ബീപ്പ് മോഡിൽ എടുക്കാം. ഇതേപോലെ ബീപ്പ് മോഡിൽ എടുക്കാം. നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ബീപ്പ് മോഡിലേക്ക് ഇട്ടിരിക്കുന്നു. ബീപ്പ് മോഡിലായിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കുന്നതിനായിട്ട് നമ്മുടെ മൾട്ടിമീറ്റർ ബീപ്പ് മോഡിൽ എത്തിയ ശേഷം 2 നോബും തമ്മിൽ പരസ്പരം കണക്ട് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ബീപ്പ് സൗണ്ട് കേൾക്കണം. എങ്കിൽ കറക്റ്റ് ബീപ്പ് മോഡിൽ എത്തിയെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇതിൻ്റെ 4ാമത്തെ പിന്നിൻ്റെ എവിടെയും ഇതിൻ്റെ 6ാമത്തെ പിന്നിൻ്റെ എവിടെയും ഞാൻ വാല്യൂ ചെക്ക് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും 1549, 1500 സംതിങ് വാല്യൂ വരുന്നുണ്ട്. നമുക്ക് എത്രയാണ് ഇതിൻ്റെ കറക്റ്റായിട്ട് വാല്യൂ വരേണ്ടത്? 400 മുതൽ 1900 വരെ അകത്തുള്ള വാല്യൂ മതി. അപ്പോൾ നമുക്കിതിൽ കറക്റ്റായിട്ട് 1500 ഇത് ഓക്കെയാണ്. ഇനി നമുക്ക് നോബ് തിരിച്ച് വെച്ച് നമുക്ക് ചെക്ക് ചെയ്യേണ്ടി വരും, റിവേഴ്സ് മോഡിൽ ചെക്ക് ചെയ്യേണ്ടി വരും. റിവേഴ്സ് മോഡിൽ ഞാൻ ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും ഏകദേശം 361 വാല്യൂ കിട്ടുന്നുണ്ട്. 361 വാല്യൂ ഓക്കെയാണ്. നമുക്ക് എത്രയാണ് വേണ്ടത്? 200 മുതൽ 800. അപ്പോൾ ഈ ഒരു വാല്യൂ ഓക്കെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു മെമ്മറി കാർഡ് എനിക്ക് റെഡിയാക്കി എടുക്കാൻ സാധിക്കും. അതായത് നമ്മുടെ ഫോണിൽ സപ്പോർട്ട് അല്ല എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നിങ്ങളുടെ ഫോണിൻ്റെ കുഴപ്പമായിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് വേറെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ നമുക്ക് റെഡിയാക്കാം. അത് ഞാൻ പറഞ്ഞുതരാം. റെഡിയാക്കി എടുക്കാൻ സാധിക്കും. ഇത് ഞാൻ കാണിച്ചു തരാം. ഇത് വേറൊരു മെമ്മറി കാർഡാണ്. ഇതിൽ ഞാൻ ചെക്ക് ചെയ്യുന്ന സമയത്ത് 377 വാല്യൂ ഓക്കെയാണ്. നമുക്ക് തിരിച്ച് നോബ് സെറ്റ് ചെയ്യുന്ന സമയത്ത് യാതൊരുവിധ റീഡിങ്ങും കാണിക്കുന്നില്ല. അതിൻ്റെ അർത്ഥം ഇതിൽ മെമ്മറി കാർഡ് കംപ്ലൈൻ്റ് ആണ്, നമുക്കിത് റെഡിയാക്കി എടുക്കാൻ സാധിക്കത്തില്ല. അഥവാ നമ്മളിങ്ങനെ ചെക്ക് ചെയ്യുന്ന സമയത്ത് ബീപ്പ് എന്നൊരു സൗണ്ട് കേൾക്കുന്നുണ്ട് എങ്കിൽ, ചെക്ക് ചെയ്യുന്ന സമയത്ത് ബീപ്പ് എന്ന് പറയുന്ന സൗണ്ടാണ് കേൾക്കുന്നത് എങ്കിൽ വിചാരിക്കുക ഇത് മെമ്മറി കാർഡ് ഷോർട്ടാണ്, ഇത് റെഡിയാക്കി എടുക്കാൻ സാധിക്കത്തില്ല. ഇനി നമുക്ക് ഈ ഒരു വാല്യൂക്ക് ഉണ്ട്, മെമ്മറി കാർഡ് നല്ലതാണെന്ന് നമുക്ക് മനസ്സിലായി, വാല്യൂ കറക്റ്റ് ആണ് എങ്കിൽ നമുക്ക് 2 രീതിയിൽ നമുക്കിത് റെഡിയാക്കി, 2-3 രീതിയിൽ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ സാധിക്കും. ഞാനിത് എല്ലാം കൂടെ ഒന്നും പറയുന്നില്ല.
കംപ്ലൈൻ്റ് ആയ മെമ്മറി കാർഡ് എങ്ങനെ റെഡിയാക്കി എടുക്കാം എന്നുള്ളതിനെക്കുറിച്ചുള്ള വീഡിയോ ഓൾറെഡി നിങ്ങളോട് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. അതിൻ്റെ ലിങ്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ തീർച്ചയായിട്ടും കാണുക. മിക്കവാറും നിങ്ങൾക്ക് ആ ഒരു രീതി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ നിങ്ങളുടെ മെമ്മറി കാർഡ് നിങ്ങൾക്ക് റെഡിയാക്കി എടുക്കാൻ സാധിക്കും. ഇനിയെന്ന് പറയുന്നത് നമുക്ക് അതിൽ നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്തരം വാല്യൂ കറക്റ്റൊക്കെ ആണെങ്കിൽ നമുക്കിത് പ്രോഗ്രാം ചെയ്യാം. നമുക്കിതിലേക്ക് മെമ്മറി കാർഡിൻ്റെ സോഫ്റ്റ്വെയർ പ്രോഗ്രാം ചെയ്ത് നമുക്ക് മെമ്മറി കാർഡ് റെഡിയാക്കി എടുക്കാൻ സാധിക്കും. അപ്പോൾ സോഫ്റ്റ്വെയർ പ്രോഗ്രാം ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതിനെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല. ഞാൻ അത് നിങ്ങൾക്ക് വേണ്ടി ഇട്ട് തരുന്നതായിരിക്കും, തീർച്ചയായിട്ടും ഇട്ട് തരുന്നതായിരിക്കും. അപ്പോൾ വരും ദിനങ്ങൾ നിങ്ങൾക്ക് അത് പ്രതീക്ഷിക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരുടെ അറിവിലേക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു വീഡിയോ വീണ്ടും കാണുന്നതുവരെ ബൈ.